ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ ഡിസ്ട്രോയ് കപ്പൽ തകർന്നത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. റഷ്യൻ പത്രമാണ് ഈ സ്ഥിരീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തുവിട്ടത്. ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള യുദ്ധമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതും വലിയ നാശനഷ്ടങ്ങളാണ് അമേരിക്കയ്ക്കുണ്ടായത് എന്ന തരത്തിലുമാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. അമേരിക്കയുടെ US ഡിസ്ട്രോയ് കപ്പൽ അപ്പാടെ തകർന്നിരിക്കുകയാണ്. അത് എത്രത്തോളം എണ്ണം തകർന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരമല്ല പുറത്തു വന്നത്. അങ്ങനെ ആകാശ ചിത്രങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ കപ്പൽ തകർക്കപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള വിവരമാണ് പുറത്തു വന്നത് എന്നുള്ളതാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴി റഷ്യ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. USS ട്രക്സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കപ്പൽ, മേസൺ എന്ന് പറയുന്ന മറ്റൊരു കപ്പൽ, റഫീൽ പെറൽട്ട എന്ന് പറയുന്ന 3 കപ്പൽ. ഈ 3 കപ്പലിന് നേരെ ആക്രമണം വ്യത്യസ്ത ദിവസങ്ങളിലോ സമയങ്ങളിലോ ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏതോ ഒരു കപ്പൽ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ വിവരം. അപ്പോൾ റിപ്പോർട്ടിൻ്റെ ഭാഗം ഇങ്ങനെ പറയുന്നു, ഇറാൻ ഉപയോഗിച്ചത് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഡ്രോൺ ഉപയോഗിച്ചിട്ടുണ്ട്, ഫാസ്റ്റ് അറ്റാക്ക് ബോട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 3 തരത്തിലുള്ള ആക്രമണ പരമ്പര തന്നെ ഈ ഹോർമുസ് കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ഇറാൻ്റെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് കടൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം അത്രയും നടന്നത് എന്നുള്ളതോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ അതിൻ്റെ പിന്നാമ്പുറ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നതിനിടയിലോ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ ഒരു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് കുറഞ്ഞ കാലയളവിനിടയിൽ 15 അമേരിക്കൻ നാവികർ കൊല്ലപ്പെടുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന കാര്യത്തിൽ പോലും ഒരു കൃത്യത അമേരിക്കയ്ക്കില്ല എന്നുള്ളത് സൈനികർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. തങ്ങൾക്ക് എന്തെങ്കിലും പരിക്കേറ്റാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുക, ചികിത്സ തേടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അത് ഈ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യുന്നില്ല. അത് ഒഴിവിനനുസരിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോംവയ്ക്ക് അനുസരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ സൈനികർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യം. ചരക്ക് കപ്പലുകളെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ചരക്ക് ടാങ്കറുകളെ ആക്രമിച്ചാൽ അമേരിക്കൻ കപ്പലുകളെ തങ്ങൾ തകർക്കുമെന്ന് ഇതിനു മുൻപ് തന്നെ IRGC പറഞ്ഞതാണ്. ഹോർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആധിപത്യം ഉണ്ടാക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തിയാൽ അവർ നാശത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ. ഇറാൻ്റെ സംഘപരമായിരിക്കുന്ന ശക്തിയും സൈനികമായിരിക്കുന്ന ബലവും ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ദുരന്തം അനുഭവിച്ച് തന്നെ തീർക്കേണ്ടി വരും എന്നുള്ളതാണ് IRGCയുടെ മുന്നറിയിപ്പ്. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ, താവളങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ സൈനിക ബേസുകൾ എന്നിവ സുരക്ഷിതമല്ലെന്ന് ഇറാൻ പറയുകയും ചെയ്യും. IRGCയുടെ ചില മുന്നറിയിപ്പിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ ആശ്രയിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ആശ്രയിച്ചോ നിൽക്കുന്ന ഏത് സർവ്വമേഖലയും തങ്ങൾ ആക്രമിക്കപ്പെടും. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക ബേസുകൾ, എയർപോർട്ടുകൾ, സീപോർട്ട് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പല മേഖലയും അവർ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ അത് സാരമായിട്ട് ബാധിക്കും. 100 കപ്പലുകൾ കടന്നു പോകുന്ന ഈ മേഖലയിൽ ഇപ്പോൾ 15 അതിൽ താഴെ കപ്പലുകൾ മാത്രമാണ് കടന്നു പോകുന്നത്. അതിന് ഉത്തരവാദി ഇറാനാണ് എന്ന് അമേരിക്ക പറയുന്നു, ഉത്തരവാദി അമേരിക്കയാണ് എന്നുള്ളത് ഇറാനും പറയുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം നടക്കുന്നതിന് മുൻപ് സ്വതന്ത്രമായിരിക്കുന്ന അന്താരാഷ്ട്ര പാതയായിട്ടാണ് ഹോർമുസ് കടലിനെ കണ്ടത്. യുദ്ധം തുടങ്ങിയതോടുകൂടി നിയന്ത്രണ ചരടായിട്ട് ഹോർമുസിനെ ഇറാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അത് ആണവായുധത്തേക്കാൾ ശക്തിയും ബലവും അതിനുണ്ട്. കാരണം ലോകത്ത് മുഴുവനും അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തിക മേഖല വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഹോർമുസിൽ തങ്ങൾ കടൽ തടഞ്ഞതോടുകൂടിയാണ്. 2ാം ലോക യുദ്ധത്തിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആണവ സ്ഫോടനം നടത്തി. ആ രാജ്യത്തിനും ആ പ്രദേശത്തുമുള്ളവർ മാത്രമാണ് അതിൻ്റെ പ്രയാസം അനുഭവിച്ചത്. എന്നാൽ ഹോർമുസ് എന്ന കടൽ തങ്ങൾ അങ്ങനെ യുദ്ധം ചെയ്ത് വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ തങ്ങൾ കപ്പൽ തടഞ്ഞതോടുകൂടി അത് ലോകത്താകമാനം ബാധിച്ചു. 1, 2 ലോക യുദ്ധം എന്ന് പറയുന്നത് ആ രാജ്യത്തെ മാത്രം ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആ രാജ്യത്തെ മാത്രം ബാധിക്കപ്പെട്ട വിഷയമാണെങ്കിൽ ഹോർമുസ് എന്ന് പറയുന്ന കടൽ ഇത്ര ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധം ചെയ്യാതെ തന്നെ വളരെ ലളിതമായ രീതിയിൽ ലോകാടിസ്ഥാനത്തെ സാമ്പത്തിക വിഷയത്തെ അല്ലെങ്കിൽ വ്യവസ്ഥിതിയെ താളം തെറ്റിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോൾ ഖത്തർ, ലെബനാൻ, സൈപ്രസ്, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കയുടെ എംബസികൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എമർജൻസി വിഭാഗം മാത്രമാണ്. സുരക്ഷാ സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള പരാജയം ഈ മേഖല ഉണ്ട് എന്നതിനാൽ അതിൻ്റെ പ്രയാസം, ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നു. അപ്പോൾ
അവരുടെ ഏറ്റവും വലിയ സുരക്ഷിത മേഖലയായിരിക്കുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നയതന്ത്ര കാര്യങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്നതാണ് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെടുന്നതാണ് എല്ലാ രാജ്യത്തും എംബസി എന്ന് പറയുന്നത്, കോൺസുലേറ്റ് എന്ന് പറയുന്നത്. അത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധം അമേരിക്ക പ്രയാസപ്പെടുന്നത് ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. ഈ പറയപ്പെട്ട രാജ്യങ്ങളിലെ എംബസികളൊക്കെ വളരെ എമർജൻസി ആയിട്ട് വളരെ അത്യാവശ്യത്തിന് മാത്രം കുറഞ്ഞ സമയത്തിൽ പ്രവർത്തിച്ച് അടക്കപ്പെടുന്ന രീതിയിലാണ്. സുരക്ഷാ ഭീഷണി കാരണമാണ് അങ്ങനെ ഉണ്ടായത്. ഇനി രണ്ടാം ഘട്ടം പറയുന്നത് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പല ഘട്ടങ്ങളിൽ അമേരിക്കയിലെ പൗരന്മാർ അറേബ്യൻ രാജ്യങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അത് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യം, അവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, പിന്നീട് ഭക്ഷ്യധാന്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്ന രാജ്യമാണ് പ്രത്യേകിച്ച് സൗദി അറേബ്യ, അൽമറായി പോലെയുള്ള പാൽ കമ്പനിയൊക്കെ. അതിലൊക്കെ നിക്ഷേപം ഉണ്ട് എന്ന് പറയപ്പെടുന്നു, കൃത്യ രീതിയിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലയിലാണ് അമേരിക്കയുടെ പൗരന്മാർക്ക് നിക്ഷേപമുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരം ഇപ്പോഴും പുറത്ത് പറയുന്നില്ല. മുമ്പൊക്കെ അത് പറയില്ല, അഭിമാനമായിരുന്നു, ഇപ്പോൾ പറയുന്നില്ല. ബാങ്കിങ് സിസ്റ്റം ആണെങ്കിൽ രണ്ട് രാജ്യങ്ങളെയും കൊണ്ട് ബന്ധിപ്പിക്കപ്പെടുന്ന സൗദി അമേരിക്ക ബാങ്ക്, സൗദി ഹോളണ്ട് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ UAE ഫ്രാൻസ് ബാങ്ക്, UAE ഹോളണ്ട് ബാങ്ക്, അങ്ങനെ രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബാങ്കിങ് സിസ്റ്റം വ്യാപകമായിട്ട് നിലനിൽക്കുന്ന പ്രദേശമാണ്, അല്ലെങ്കിൽ രാജ്യങ്ങളാണ് അറേബ്യൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു അമേരിക്കൻ സൗദി ബാങ്ക് അല്ല അമേരിക്കൻ UAE ബാങ്കിൽ ഒരാൾ ഈ പണം ഡെപ്പോസിറ്റ് ചെയ്താൽ, അപ്പോൾ UAE ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഇവിടെ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ സമാനമായ രീതിയിൽ തന്നെ ഇവിടുത്തെ ബാങ്കിങ്ങിൻ്റെ ഇടപാട് പോലെ അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ആ തരത്തിലേക്കാണ് ഇതിൻ്റെ ബാങ്കിങ് സംവിധാനവും സിസ്റ്റങ്ങളും മാറ്റിയെടുത്തത്. ഈ ഒരു വിഷയമാണ് ഇതിൻ്റെ കൂടെ പറയുന്നത്. അതായത് അവർ ഡെപ്പോസിറ്റ് അവരുമായിട്ട് ബന്ധപ്പെട്ട ലിങ്കുള്ള എല്ലാ സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തും എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഞങ്ങളിൽ മാത്രമോ നിങ്ങളിൽ മാത്രമോ ഒതുങ്ങി നിൽക്കില്ല. അതായത് അമേരിക്കയോടാണ് പറയുന്നത്, നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഇവിടെ ഓർമുസിൻ്റെ കടലിന് ചുറ്റുഭാഗത്തുള്ള കപ്പലിനെ മാത്രം ആക്രമിച്ചാൽ മതി, ആ സൈനിക മാത്രം കേന്ദ്രീകരിച്ചാൽ അങ്ങനെയല്ല. നിങ്ങളെയും നിങ്ങളെ പിന്തുണക്കുന്ന ഇസ്രായേൽ അടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള വിഭാഗത്തെയും ഞങ്ങൾ ആക്രമിക്കുക. അതിൻ്റെ ആക്രമണത്തിൻ്റെ പരമ്പരകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓർമുസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിയാൽ അതിൻ്റെ ശിക്ഷണം അനുഭവിച്ചേ മതിയാകൂ എന്നവർ പറയുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഓർമുസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മറഞ്ഞു നിന്നിട്ടുള്ള ആക്രമണമാണ് അമേരിക്ക നടത്തുന്നത്. അപ്പോൾ അവർ ഏത് മേഖലയിൽ ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, നിരീക്ഷിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ആകാശം ചുറ്റിക്കൊണ്ട് ഡ്രോണുകളെ വെച്ചുകൊണ്ടൊക്കെ കറക്കുന്നത് എന്നതിനെക്കുറിച്ച് സാറ്റലൈറ്റ് ചിത്രങ്ങൾ സഹിതം അത് ഇറാൻ അറിയുന്നു. ഇറാൻ അത് മനസ്സിലാക്കുന്നു. റഷ്യയുടെ സഹായത്താലായിരിക്കും, അല്ലെങ്കിൽ ചൈനയുടെ സഹായത്താലായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായ രീതിയിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാവാം. ഇതിനു മുമ്പ് തന്നെ 2025 സാറ്റലൈറ്റ് ഈ ചൈനയിൽ നിന്ന് ഇറാൻ വാങ്ങി എന്നുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ഒളിപ്പോർ യുദ്ധം പോലെ ഓർമുസിൻ്റെ പല ഭാഗങ്ങളിലും ഈ കാടുകളുണ്ട്, ആ കാടുകളിൽ മറഞ്ഞു നിന്നോ അതല്ലെങ്കിൽ അതിൽ തുരങ്കങ്ങളുണ്ട്, തുരങ്കങ്ങളിൽ ഒളിച്ചു നിന്നോ വളരെ പെട്ടെന്ന് അവർ ആക്രമിച്ചുകൊണ്ട് നാശങ്ങൾ വരുത്തി വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്ന ഒരു സംവിധാനമാണ് IRGC ഓർമുസിൻ്റെ ഭാഗങ്ങളിൽ ഇപ്പോൾ പ്രയോഗിക്കുന്നത്. അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടും അവർ ഇല്ലാതാക്കാനും നശിപ്പിക്കാനും മുട്ടലൂടെ പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട 3 ഡിസ്ട്രോയുടെ പേര് പറഞ്ഞു കപ്പൽ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഏത് തരത്തിൽ ചില ഭാഗത്ത് തീ പിടിച്ചു എന്ന് അമേരിക്ക പറയുന്നു, തീ കെടുത്താൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നു. പക്ഷേ അമേരിക്ക പറയുന്ന എല്ലാ കാര്യവും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്നതിനാൽ അതാരോട്ട് വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ മറ്റുള്ള ഈ മീഡിയകളുടെ അഭിപ്രായം നോക്കുന്ന സമയത്ത് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും വലിയ തകർച്ചയും ഇപ്പോഴും ഹോർമുസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.